നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെർബൽ സ്കിൻ കെയറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഹെർബൽ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഭാവിക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ ഒരു സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ ചുറ്റുപാടിലുള്ള എണ്ണകൾ, ബട്ടറുകൾ, ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ, ഹെർബൽ പ്രൊഡക്റ്റുകളൊക്കെയാണ്. അപ്പം അതിലങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വരാൻ നമുക്ക് സാധ്യതയില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻറ്റുകളായതിനാൽ നമുക്ക് ഭാവിക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഒരു റിസൾട്ടിന് നമുക്ക് കുറച്ച് സമയം പിടിച്ചാലും നല്ലൊരു രീതിയിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് കെയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം അധികം ആൾക്കാരും ഈ ഹെർബൽ സ്കിൻ കെയറിൻ്റെ തന്നെയാണ് ആശ്രയിക്കുന്നത്. മറ്റേ കെമിക്കൽ സ്കിൻ കെയറൊക്കെ ഒഴിവാക്കിയിട്ട് ഹെർബൽ സ്കിൻ കെയറാണ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ അടുത്ത് തന്നെ കുറേ കസ്റ്റമർ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ കെമിക്കൽ പ്രൊഡക്റ്റുകൾ തന്നെ ഉപയോഗിച്ചിരുന്നത്. അപ്പം നമുക്ക് ഇനിയൊരു ഹെർബലിലേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മുടെ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി അവർക്കും നമ്മളിങ്ങനെ തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറ്. നമ്മളിതിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അലോവേര, അതുപോലെ തന്നെ ചെമ്പരത്തി, മഞ്ചിഷ്ട, നീം, തുളസി, അതുപോലെ തന്നെ കോക്കനട്ട് ഓയില്, ബട്ടറുകൾ, അതുപോലെ എക്സ്ട്രാക്റ്റുകൾ, നമ്മൾ അത് പച്ചയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളിലൊക്കെ നമ്മൾ എക്സ്ട്രാക്റ്റുകൾ, അതുപോലെ മഞ്ഞൾ, അതുപോലെ കസ്തൂരി മഞ്ഞൾ, മരമഞ്ഞൾ, ശംഖുപുഷ്പം, അങ്ങനത്തെ കുറേ വിരലിലെണ്ണാവുന്നതിലപ്പുറം പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അലോവേര നമ്മുടെ സ്കിന്നിൽ നല്ല ഹൈഡ്രേഷൻ നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു സൂത്തിങ് എഫക്റ്റുമാണ് ഈ അലോവേര ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ നീമാണെങ്കിലോ നമ്മുടെ ഓയിലി സ്കിന്നിനൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഓയിൽ കൺട്രോൾ ചെയ്യാനും. അതുപോലെ മഞ്ഞൾ നമ്മൾ പണ്ടേ ഇങ്ങനെ ആയുർവേദത്തിൽ ഭയങ്കര കേളികേട്ടൊരു പ്രോഡക്റ്റാണ്, ഒരു ഇൻഗ്രീഡിയൻ്റാണ് അലോവേര, മഞ്ഞൾ. ഇതൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഉപയോഗിച്ച് വരുന്നത്. സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ അധികം ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത് ഹെർബൽ സ്കിൻ കെയറാണ്. എന്താ വെച്ചാൽ ചിലവർക്ക് ഇപ്പം കെമിക്കൽ പ്രൊഡക്റ്റുകളിൽ നിന്ന് ഒരു ചേഞ്ചിങ് ആവശ്യപ്പെടുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഹെർബൽ സ്കിൻ കെയർ കൊണ്ട് തൻ്റെ ആരോഗ്യം, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കെയറൊക്കെ സംരക്ഷിക്കാമെന്നുള്ള ഒരു ലോങ് തോട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ലോങ് ടൈം സ്കിന്നിന് ഹെൽത്ത് നിൽക്കുന്നത് ഹെർബൽ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ വരുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കസ്റ്റമർ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കസ്റ്റമറെയാണ് നമ്മളും നമ്മുടെ സ്ട്രാറ്റജി അങ്ങനത്തെ ഒരു കസ്റ്റമറെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഹെർബൽ രീതിയിൽ ചിന്തിക്കുന്നതും അതുപോലെ തന്നെ ഹെർബൽ രീതിയിൽ ഒരു സംസ്കാരമുള്ള ആൾക്കാരെ തന്നെയാണ് നമ്മളും സ്ട്രാറ്റജി വെക്കുന്നത്. നമ്മളുണ്ടാക്കുന്ന ഫേസ് ക്രീം തന്നെ നിങ്ങളെടുത്ത് നോക്കി നമ്മളതിൽ കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, ഇങ്ങനത്തെ ഓയിലുകൾ, അതുപോലെ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ പോലത്തെ ബട്ടറുകൾ, അതുപോലെ തന്നെ അലോവേര, മഞ്ചിഷ്ട, ശംഖുപുഷ്പം പോലത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം ഇട്ടിട്ടാണ് നമ്മളൊക്കെ ഫേസ് ക്രീം തയ്യാറാക്കുന്നത്. അപ്പം അതിൽ തന്നെ അതിലൊന്നും നമ്മളൊരു കെമിക്കലും കണ്ടൻറ്റും നമ്മൾ ഉപയോഗിച്ചിട്ടല്ല നമ്മളത് തയ്യാറാക്കണം. അതുപോലെ തന്നെ നമ്മളെ ഫേസ് വാഷിൽ നമ്മൾ ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത്. അതിലും നമ്മൾ ഒരു സൾഫേറ്റോ പാരബണോ അങ്ങനത്തെ ഒരു കണ്ടൻറ്റും നമ്മളതിൽ ഉപയോഗിക്കാറില്ല. അപ്പം നിങ്ങളൊക്കെ പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകൾ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ സോപ്പ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ മഞ്ചിഷ്ട സോപ്പന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഡ്രൈ സ്കിന്നിനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളതിൽ 25ഓളം ഹെർബൽ മരുന്നുകൾ ഇട്ട്
പിന്നെ തിളപ്പിച്ചിട്ട് എണ്ണ കാച്ചിയിട്ടാണ് നമ്മൾ ആ സോപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഫലം എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് കിട്ടാതിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു കസ്റ്റമറും നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഇതുവരെ ഒരു ചെറിയൊരു അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പോലും ഒരു പിന്നെ ഒരു ഇത് നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കമൻറ്റ് പോലും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നീം സോപ്പ് നമ്മൾ പിന്നെ ഓയിലി സ്കിന്നിനാണ് നമ്മൾ പ്രിപ്പയർഡ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നുള്ള നല്ല മുഖക്കുരുള്ള ആൾക്കാർക്കാണ് നമ്മളത് പിന്നെ തയ്യാറാക്കിയെടുക്കണം, പ്രിപ്പയർഡ് ചെയ്തിട്ട് വെക്കണത്. അതുപോലെ തന്നെ നമ്മുടെ ചാർക്കോൾ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണമയല്ല മുഖത്തിന് ഈ ഓയിലിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ചാർക്കോൾ ഉപയോഗിച്ചിട്ട് അതിൽ 25ഓളം ഹെർബൽ മരുന്നുകൾ തയ്യാറാക്കിയിട്ടാണ് നമ്മളത് നിർമ്മിച്ചെടുക്കുക. അത് ഓരോ സ്കിന്നിനും നമ്മൾ ഇനി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആ സ്കിന്നിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് കഴിയും വിധത്തിൽ നമ്മൾ അതിനെ നമ്മളെ പ്രിപ്പയർഡിലൂടെ നമ്മൾ അതിനെ ഒരു ഫലം കിട്ടണം എന്നുള്ള രീതിയിൽ അതിന് പറ്റിയതായ ഇൻഗ്രീഡിയൻറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ പ്രൊഡക്റ്റുകൾ തയ്യാറാക്കി കൊടുക്കലുണ്ട്. അത് അധികം നമുക്കത് റിസൾട്ട് തരാറുമുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഷാമ്പു അതുപോലെ തന്നെ നമ്മുടെ താരനൊക്കെ ഉള്ളവർക്ക് നല്ല ഉപകാരം കിട്ടുന്നുണ്ട്. നല്ല പിന്നെ അത് ഉപയോഗിച്ച് നമ്മൾ പിന്നെ ഒരാഴ്ചയിൽ 2 ആഴ്ചയിലധികം കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ഷമയോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും നല്ല റിസൾട്ട് തന്നെയാണ് ആൾക്കാർക്ക് നൽകുന്നത്. അതിലും നമ്മൾ തന്നെ പിന്നെ താരനും മുടി കൊഴിച്ചിലിനും അതുപോലെ മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഉള്ള ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകളാണ് നമ്മളതിൽ പിന്നെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, അതുപോലെ അലോവര, അതുപോലെ തന്നെ പിന്നെ നീം ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ എക്സ്ട്രാക്റ്റുകളാണ് നമ്മളതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ പിന്നെ ഫേസ് വാഷും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മുഖത്തിനൊരു ക്ലൻസിങ് ഒക്കെ കിട്ടാനുള്ള പ്രോഡക്റ്റുകൾ ഇൻഗ്രീഡിയൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഫേസ് വാഷും നിർമ്മിച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ ലിപ് ബാം ആവട്ടെ പിന്നെ അത് നമ്മുടെ ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് പിന്നെ അതും നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിനൊന്നും ഒരു കെമിക്കൽ കണ്ടൻറ്റുകളോ ഒന്നും നമ്മളില്ലാതെ ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒരു ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകൾ കൊണ്ട് പിന്നെ സൗന്ദര്യം ആരോഗ്യമൊക്കെ കെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് നമ്മളോട് റിവ്യൂ പറയാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. നമുക്ക് ഇനിയും പിന്നെ ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകളുടെ ഹെർബൽ പ്രൊഡക്റ്റുകളുടെയും ഹെർബൽ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇനിയും നമുക്ക് കൂടുതൽ സംസാരിച്ച് കൂടുതൽ അറിവ് നമുക്ക് ഇതിൽ സമ്പാദിച്ചെടുക്കാം. ഇനിയും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.